Hello, welcome back to the Flash of Our Walks. We will come with another traveling vlog. Yes, usually നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ട്രാവലിംഗ് വ്ലോഗിലേക്ക് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ട്രാവലിംഗ് വ്ലോഗ് തന്നെ ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ നമ്മളിപ്പോ മൂന്നുപേര് മാത്രമല്ല, ഷിഫാദിന്റെ ബ്രദർ ആൻഡ് ഫാമിലി ഉണ്ട്. ഉമ്മയുണ്ട്, ഷിഫാദിന്റെ ഉമ്മയുണ്ട്. നമ്മൾ ദുബൈയിൽ നിന്നാട്ടോ. നിങ്ങൾക്ക് ഫ്രെയിം കണ്ടാൽ മനസ്സിലാവും. ദുബൈയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 6:15 ആയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ കുറച്ച് അടുത്തുള്ള പ്ലേസസ് വിട്ടിട്ട് കുറച്ച് ലോങ് ആയിട്ട് പോവാന്ന് വിചാരിച്ചു നമ്മള്. പക്ഷെ നമുക്ക് കുറച്ച് സ്കിപ്പിംഗ് മൈൻഡ് ഒക്കെ വന്ന് പക്ഷെ നമ്മൾ നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്തു. അപ്പം നമ്മള് കുറേ ആയി, ഒരു 2 hours ഒക്കെ ജേർണി ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് അറിയില്ലായിരുന്നു, ഡൗട്ടാ കാണാൻ എന്താ ഉണ്ടാവുക എന്നൊന്നും നമുക്കറിയാം. കാരണം നമ്മൾ ടൈം ലേറ്റ് ആയി ഇറങ്ങാൻ വേണ്ടി. പിന്നെ ഇത്രയും ട്രാവലിംഗും ഉള്ളത് കൊണ്ട് 2-2.5 hours ഒക്കെ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാരും പ്രതീക്ഷിച്ചേ ഇല്ല കേട്ടോ, ഇത്ര വ്യൂ കിട്ടുന്നുള്ളത് പ്രതീക്ഷിച്ചില്ലതാ. ഇതാണ് ലൈക്ക് എ ഹെവൻ. അതെ, നമ്മള് ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറഞ്ഞ നമ്മുടെ ഷാർജയും ഫുജൈറ ബോർഡറിലാണ്. പക്ഷെ ഓൾമോസ്റ്റ് ഫുജൈറിന്റെ ഒക്കെ ഒരു ട്രാവലിംഗ് ഷാർജ എന്നാണ് നമ്മള് ഇന്റർനെറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബട്ട് ഇത് ഫുജൈറയിലാട്ടോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളിത് മേ ബി ഷാർജ ഫുജൈറ ബോർഡർ ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് ഫുജൈറ എത്തി. ലൈക്ക് ദിസ് ഈസ് കോൾഡ് ഹാങ്ങിങ് ഗാർഡൻ. ഇതാട്ടോ ഹാങ്ങിങ് ഗാർഡൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം എല്ലാവരും ഫസ്റ്റ് ടൈം ആയിട്ട് വരാം. നമ്മളിത് കാറൊക്കെ ആസ് യൂഷ്വൽ പാർക്ക് ചെയ്ത് നടക്കുകയാണ്. ഇത് നല്ല വ്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് ഹാപ്പി ആയി. കാരണം നമുക്കിത് എന്തെങ്കിലും കാണാനുണ്ടാവും. കാരണം ഇത്രയും ട്രാവൽ ചെയ്ത് ടയേർഡായി പോയിട്ട് എല്ലാരും ബേബീസിനൊക്കെ വെച്ചിട്ടാ പോണത്. അപ്പൊ എന്തെങ്കിലും കാണാനില്ലാതെ ആയാൽ നമുക്ക് ഭയങ്കര സങ്കടാവുമല്ലോ. പക്ഷെ നമ്മള് ഈ ഒരു വ്യൂ കണ്ടപ്പോ തന്നെ ഭയങ്കര ഹാപ്പി ആയി. പക്ഷെ ക്ലൈമറ്റ് ഭയങ്കര ആയിരുന്നു കേട്ടോ. കാരണം ഒരു എന്താ പറയാ, നല്ല കാറ്റുണ്ടായിരുന്നു. ഭയങ്കര വേഴ്സ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. ഇതില് നമ്മളെ എൻട്രി ഫീ എങ്ങനെയാ വരുന്നത് വെച്ചാല്, ഈ അഡൽട്സിന് പെർ ഹെഡ് 5 dirhams ആണ് വരുന്നത്. അതുപോലെ തന്നെ കുറച്ച് സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ളവർക്ക് ഫ്രീ എൻട്രി ആണ് വരുന്നത്. പിന്നെ ഇവർക്ക് ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഇത് ഇവിടെ നമുക്ക് ചുറ്റി കാണാനായിട്ട്, റൗണ്ട് ചെയ്ത് കാണാനായിട്ട് ഒരു ട്രെയിൻ വരുന്നുണ്ട്. ആ ട്രെയിനിന് 2 dirhams ആണ് കേട്ടോ വരുന്നത്. അപ്പൊ നമുക്ക് വേർത്ത് ആണ്. കാരണം 5 dirhamsന് എൻട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും കാണാനുണ്ടല്ലോ. അതിന്റെ അടുത്ത് പോയി കാണുമ്പോൾ ഒന്നുകൂടെ രസം വരും. നമുക്ക് നമ്മുടെ വഴിയിൽ വീഡിയോയിൽ കാണുന്നുണ്ട്. പക്ഷെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ കുട്ടികളും ബേബീസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പം അവർക്ക് അവര് ഇത് കഴിഞ്ഞ് നമ്മൾ വീടെത്തി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ സിക്കായി. പക്ഷെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ക്ലൈമറ്റ്. അല്ലാത്ത നമുക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് അടിപൊളി പ്ലേസ് ആട്ടോ. എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അപ്പൊ നമ്മളിത് എൻജോയ് ചെയ്തു. എൻജോയ് ചെയ്തിട്ട് ഇതാണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള വ്യൂ. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഡേ ടൈമിൽ ഇതിന്റെ ഒരു വേറെ വ്യൂ ആണ്. നമ്മൾ ഡേ ടൈമിന്റെ ഫോട്ടോസ് ആണ് കൂടുതലായിട്ട് കണ്ടത്. അപ്പൊ അതിന് അടിപൊളിയായിട്ടുള്ള വ്യൂ ഉണ്ട്. പക്ഷെ നമ്മൾ നൈറ്റ് ഇത്രയും വ്യൂ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്തതേ ഇല്ല. നമ്മൾ എന്തോ ഒരു ഹെവൻ, ഫീൽസ് ലൈക്ക് ഹെവൻ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു ക്യാപ്ചർ ചെയ്ത ഈ ഒരു ക്ലാരിറ്റി എനിക്ക് അറിയില്ല, കണ്ണോട് കാണാൻ അടിപൊളി. ഇതാണ് കേട്ടോ ഇവിടുത്തെ ട്രെയിൻ എന്ന് പറയുന്നത്. ഇത് നമുക്കൊന്ന് റൗണ്ട് ചെയ്യും. ഇത് മൊത്തത്തിൽ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് അവിടെയുള്ള വ്യൂ, ഇപ്പൊ വയ്യാത്ത ആൾക്കാർക്കൊക്കെ നടന്ന് കാണുന്നതിനേക്കാളും കൂടുതൽ ഈ ട്രെയിനിൽ ഇരുന്ന് കാണാൻ അവർക്ക് ഒന്നുകൂടെ ഓക്കെ ആയിരിക്കും. ഇവിടെ കുറേ എന്താ പറയാ, മൗണ്ടെയിൻസ് ഒക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഫുൾ ആ ജൈനഭാഗം എന്തായാലും മൗണ്ടെയിൻസ് ആണല്ലോ. ഇത് കണ്ടോ, ഇറ്റ്സ് ഹെവൻ. ഞാൻ നിങ്ങൾക്ക് അതിന്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. ശരിക്കും നമ്മള് ഈ വാട്ടർഫോൾസിന്റെ ഒക്കെ അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സൗണ്ട് ഇല്ലേ, ആ ഒരു സൗണ്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുന്നില്ല കേട്ടോ. അതൊരു വേറെ ഒരു കാര്യം, അതിന്റെ മെയിൻ അടിപൊളിയായിട്ടുള്ള ഒരു ഫീച്ചറാണ്. എനിക്ക് തോന്നുന്നത് ഡേ ടൈമിൽ എനിക്ക് വേറൊരു വ്യൂവും നൈറ്റ് ടൈമിൽ വേറൊരു വ്യൂ. പിന്നെ ദേ കുട്ടികൾക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പാർക്ക് ഉണ്ട്. അങ്ങനെ നമ്മളിതേ ഇനി നമ്മളുടെ ടേൺ ആണ് കേട്ടോ. ട്രെയിൻ വരുന്നത് നമ്മളുടെ ടേൺ ആണ്. അപ്പോൾ നമ്മൾ ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറാണ് എല്ലാവരും. അവരവരുടെ സീറ്റ്
ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ട്രെയിൻ നല്ല വേർത്താണ്. 2 dirhamsനൊക്കെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ദുബൈയിലൊന്നും ഇത്രയും നല്ലൊരു വ്യൂ കിട്ടുന്ന, ഈ ട്രെയിനിൽ ഇരുന്ന് കിട്ടുന്ന വ്യൂ അത് അടിപൊളിയാട്ടോ. നമുക്ക് എല്ലാവർക്കും ട്രെയിൻ നല്ല ഇഷ്ടമായി. കാരണം എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നി. സീറ്റിംഗ് ആണെങ്കിലും അതിന്റെ ഒരു നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. വെച്ചാൽ എല്ലാ വ്യൂവും നമുക്ക് കണ്ട് ആസ്വദിച്ച് ഫാമിലി ആയിട്ട് എല്ലാ കഥയും ഒക്കെ പറഞ്ഞ് നമ്മൾക്ക് മെല്ലെ ഇങ്ങനെ അത്ര സ്പീഡൊന്നുമില്ല, എല്ലാം കവർ ചെയ്ത് പോകുന്നുണ്ട്. 2 dirhams ഒക്കെ എനിക്ക് നല്ല വർത്തായിട്ട് തോന്നി പെർ ഹെഡ് 2 dirhams എന്ന് പറയുമ്പോൾ. പക്ഷെ ഇത് ട്രെയിനിന് ടൈമിംഗ് കിട്ടോ. ഈ ഹാങ്ങിങ് ഗാർഡന്റെ ടൈമിംഗ്, നോർമൽ ടൈമിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ 6 AM to 12:30 ആണ്. മേ ബി ഈ ഒക്കേഷണലി ആയിട്ട്, ഒക്കേഷൻസ് ഫെസ്റ്റിവൽ സീസൺസ് ഒക്കെ ആകുമ്പോൾ മേ ബി ചേഞ്ച് ചെയ്യുന്നതാണ്. ഇത് എനിക്ക് തോന്നുന്നു ട്രെയിനിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു 9 to 9:30 ആണ് തോന്നുന്നത്. ഇത് 12 AM വരെ ഉണ്ടല്ലോ ഈ ഒരു ഹാങ്ങിങ് ഗാർഡൻ ഓപ്പൺ ആണ്. പക്ഷെ ട്രെയിനിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 9 to 9:30. ഞങ്ങളുടെ ആണ് തോന്നുന്നു ഈ ലാസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളിത് എല്ലാം ആസ്വദിച്ച് ഇരുന്ന് നല്ല ആ ഒരു ടൈം ആയപ്പോ ഒരു ചൂട് കാറ്റൊക്കെ മാറി കുറച്ച് തണുത്ത കാറ്റ് വരാൻ തുടങ്ങി കേട്ടോ. അപ്പൊ നമ്മളിത് എല്ലാവരും എൻജോയ് ചെയ്ത് കഥയും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയത്. ഇതൊരു ഹോട്ടലാണെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു സെന്ററിലുള്ള ആ ഒരു ഇത് ഹോട്ടലാണ് കേട്ടോ. അവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹോട്ടലാണ്. പിന്നെ അതിന്റെ കുറെ അതിന് ഭാഗമായിട്ട് കുറെ ഇതുണ്ട്. അങ്ങനെ അതേ ഒരു ആൺകുട്ടി ട്ടോ, നമ്മള് ട്രെയിനിൽ പോകുമ്പോ അവൻ ഈ സ്കേറ്റിംഗ് ബോർഡ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അവന്റെ സ്കേറ്റിംഗ് ബോർഡ് പെട്ടെന്ന് അവന്റെ സ്കിപ്പായി പോയി. അത് പിന്നെ പോയി നമ്മളെ ട്രെയിനിൽ പോയി ഇടിച്ച് അത് എന്താ പറയാ, പപ്പടം പോലെ പൊടി, നമ്മളെ ട്രെയിൻ അതിന്റെ മുകളിൽ കേറി. അപ്പൊ അത് പപ്പടം പോലെ പൊടിഞ്ഞിട്ടോ. ഇത് അടിപൊളി വ്യൂ ആണ്. ഇത് ഹോട്ടലാണ്. ഇനി നമ്മൾക്ക് ഇതാ ആ ഹാങ്ങിങ് ചെയ്ത് കിടക്കുന്ന ആ ബ്രിഡ്ജസ് പോലെയുള്ള ടെറൈൻ ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അതിന്റെ ഇപ്പത്തെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് കിടക്കുന്നുണ്ട് ബ്രിഡ്ജസ്. നമുക്ക് അതിന്റെ മുകളിലേക്ക് പോവാം, നടന്ന് കയറണം കേട്ടോ. അപ്പൊ അതിന് മുമ്പായിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ട്രെയിനിൽ കയറിയത്. കണ്ടോ, അത് നല്ല ഇതിൽ കിടക്കണം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അതിന് മൂന്നോ നാലോ ലെയേഴ്സ് ഉണ്ട് കയറാൻ. ഓരോ ഓരോ ഇതിലും വ്യൂ പോയിന്റ് ഉണ്ട്. വ്യൂ പോയിന്റ് അവിടെ നമുക്ക് റിലാക്സ് ചെയ്ത് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ കയറാൻ നല്ല ബുദ്ധിമുട്ടാട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ട് കയറാൻ. അങ്ങനെ നമ്മൾ സ്റ്റോണിന്റെ ആ ഒരു സ്റ്റെപ്സ് ആയതുകൊണ്ട്, അങ്ങനെയായിട്ട് അവർ ഉണ്ടാക്കിയത് കൊണ്ട് നല്ല ബുദ്ധിമുട്ട്. പക്ഷെ അതിന്റെ മുകളിൽ പോയിട്ടുള്ള വ്യൂ അടിപൊളിയാ. നമ്മളിങ്ങനെ മെല്ലെ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ കയറി കയറി, പക്ഷെ വ്യൂ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് അതാണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നല്ല ഗാർഡൻസ് പോലെ ബൊഗൈൻ വിലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു യൂറോപ്യൻ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ ഇങ്ങനെ കാണുമ്പോ. അപ്പൊ നമ്മൾ ഈ ബേബീസിനെയൊക്കെ എടുത്തിട്ടാണ് കയറുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഓരോ വ്യൂ പോയിന്റ് എത്തും, അവിടെ ഇരിക്കും, റെസ്റ്റ് ചെയ്യും, വീണ്ടും കയറും, അവിടെ ഇരിക്കും, റെസ്റ്റ് ചെയ്യും. അങ്ങനെയായിരുന്നു നമ്മളിങ്ങനെ കയറി കയറി പോകണ്ടായിരുന്നത്. അങ്ങനെ ഏറ്റവും ലാസ്റ്റിലേക്കൊക്കെ കയറാൻ നമുക്ക് അത്രയും ടയേർഡ് ആയി പോയിട്ടോ. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിന്റെ ലാസ്റ്റ് ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉമ്മ പിന്നെ ലാസ്റ്റത്തെ സ്റ്റെപ്പില് ഉമ്മ വന്നില്ല, കാരണം ഉമ്മക്ക് നടക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ഉമ്മ അവിടെ ഇരുന്ന് ഇതാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഉള്ള ആ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത്. മുകളിൽ നമുക്ക് ഈ ഒരു ഇതിലൂടെ കയറിയിട്ട്, ഒരു സ്റ്റെപ്പിലൂടെ കയറിയിട്ട് അപ്പുറത്തുള്ള ഇപ്പൊ റൈറ്റ് സൈഡിലൂടെയാണ് നമ്മൾ കയറണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലൂടെ ഇറങ്ങി വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു വാട്ടർഫോൾസ് സെന്ററിലാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തില്ല. നമ്മള് കുട്ടികളെ കുറച്ച് പാർക്കിലൊക്കെ കളിപ്പിച്ച് അവരെ ഒന്ന് റിലാക്സ് ആക്കി നമ്മൾ അവിടുന്ന് ഇറങ്ങിട്ടോ. ഇറങ്ങുമ്പോ തന്നെ ഒരു 12 ഒക്കെ ആയി തോന്നുന്നു. 12 ആയിട്ടുണ്ടാകും. 12 ആയിട്ടുണ്ടാകും. അങ്ങനെ നമുക്ക് ആകെ വിശന്ന് നമ്മളാകെ ടയേർഡായി. കയറിയതല്ല ബ്രിഡ്ജസ് ഒക്കെ, കുട്ടികളെയും കൊണ്ട് എല്ലാവരും. നമ്മൾ ഇതേ ഒരു ഫുഡൊക്കെ കഴിക്കാന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഫുഡ് കഴിക്കാൻ നമ്മള് ഈ ഫുജൈറ ഈ ഭാഗത്തൊക്കെ ഭയങ്കര കുറവായിരിക്കും, അല്ലെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ്സ് ഭയങ്കര കുറവായിരിക്കും. നമ്മൾ ആസ് യൂഷ്വൽ എപ്പോഴും കേൾക്കാവുന്ന അൽഫാം അത് നമ്മൾ വാങ്ങിച്ച് അങ്ങനെ കഴിച്ച് നമ്മൾ ഹാപ്പി ആയി വീണ്ടും നമ്മൾ ബാക്ക് ടു ഹോം. അത് നമ്മൾ ഇറങ്ങിയപ്പോഴാണ് ഇതാണ് ഷാർജയുടെ നമ്മളെ ഷാർജ മോസ്ക്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ മോസ്ക്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ടൈം അല്ല, ഡേ ടൈമിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ നൈറ്റ് ടൈമിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത്. ഇത്രയും എന്താ പറയാ, അത്രയും കോമ്പൗണ്ടിലാട്ടോ ആ ഒരു മോസ്ക് നിൽക്കുന്നത്. അത്രയും അവർക്ക് കോമ്പൗണ്ട് ഉണ്ട്. പക്ഷെ ആ മോസ്ക്
ഭയങ്കര ഒരു സ്പേസിൽ നിൽക്കുന്നുള്ളൂ. പക്ഷെ അതിലേക്കുള്ള പോവാനുള്ള റോഡാണ് തോന്നുന്നത് കുറച്ച് നല്ല രീതിയിൽ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാൻ, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് നമ്മളെ കീപ് സപ്പോർട്ടിങ്. So I hope you guys enjoy my video. So thank you. Assalamu alaikum. Bye bye. The friends of Lashifa Words.